ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ട് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 2 പച്ചമാങ്ങ തോലൊക്കെ കളഞ്ഞതുപോലെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുക്കാം. വളരെ കുഞ്ഞാക്കി കട്ടാക്കൊന്നും വേണ്ട, ഈ രീതിയിലൊന്ന് കട്ടാക്കി എടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ചെറുതാക്കി കട്ടാക്കി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. മാങ്ങ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണെന്ന് കട്ടാക്കി എടുക്കുന്നത്. ഈ കട്ടാക്കി എടുത്ത ഈ പച്ചമാങ്ങ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റ് വേണം. 1 മാസത്തോളം നമുക്കിത് പുറത്ത് തന്നെ വെച്ചിട്ട് യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ അതായത് ഇതുപോലെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാവുന്നതിന് മുമ്പ് കടുക് ചേർക്കണ്ട. മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എണ്ണയും ചൂടായി കിട്ടും. അപ്പോൾ പെട്ടെന്ന് കടുക് പൊട്ടി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി അതുപോലെ തന്നെ ഉലുവയും നന്നായിട്ട് പൊട്ടി വരണം കേട്ടോ. ഉലുവ പൊട്ടാതെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന കറിക്ക് ഒരു കയ്പ് ടേസ്റ്റ് വരും. അത് നമ്മൾ ഏതൊരു കറി വെക്കുവാണെങ്കിലും ഉലുവ പൊട്ടിയിട്ടില്ലെങ്കിൽ ഒരു കയ്പ് ടേസ്റ്റ് വരും കേട്ടോ, അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് 3 വലിയ വെളുത്തുള്ളി ഒന്ന് ചതക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തോലടക്കമാണ് ഒന്ന് ചതക്കി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നല്ല വലിയ വെളുത്തുള്ളി കിട്ടുന്നുണ്ടല്ലോ, ആ വെളുത്തുള്ളിയാണ് 3 എടുത്തത്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 6 വരെ എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഒന്ന് പിച്ച് കീറി ചേർത്തിട്ട് അതുകൂടെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. നല്ല ജീരകം, അതിൻ്റെ പൊടി. എന്താ പറയുക, പൊടി ഇല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 പിഞ്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 2.5 ടീസ്പൂണാണ് നമ്മൾ ഇതിലേക്ക് ചതക്കിയ മുളക് ചേർത്ത് കൊടുക്കുന്നത്. 2.5 ടീസ്പൂൺ, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും സ്കിപ്പ് ചെയ്യരുത്, അതും ഇട്ട് കൊടുക്കുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ തന്നെ എല്ലാ ചേരുവകളും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം പാട് ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ എണ്ണയ്ക്ക് ചട്ടിക്കൊക്കെ ചൂട് കൂടുതലാണെങ്കിൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഈ പൊടികളൊക്കെ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുത്താലും മതിയാകും. അതിനുശേഷം നമുക്ക് മാങ്ങ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കുകയാണെങ്കിൽ മാങ്ങ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കണം. എന്നിട്ട് ഒരു ഏകദേശം മീഡിയത്തിൻ്റെ ലോയിൻ്റെയും ഇടയിൽ വെച്ചിട്ട് ഇതൊന്നിങ്ങനെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ 1 പീസ് മാങ്ങ ഇതുപോലെ ഒന്ന് കട്ടാക്കാതെ കിടന്നിരുന്നു, അതൊന്ന് കൈകൊണ്ട് ഒടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് കേട്ടോ. നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മൾ നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ പുറത്ത് വെച്ചിട്ട് തന്നെ 1 മാസവും നമുക്ക് ഇത് കഴിയോളം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പച്ചവെള്ളം ചേർത്ത് കൊടുക്കണ്ട, അപ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് 1 പിഞ്ച് ഞാൻ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കളറ് കിട്ടും നമ്മുടെ ഈ ഒരു കറി. അവസാനം ആകുമ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് 1 പിഞ്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നിങ്ങളുടെ എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. എരിവും ഉപ്പും ഒക്കെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടെന്ന്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് 250 ml കപ്പിൽ 2 കപ്പ് വെള്ളമാണ് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പും എരിവും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. എന്നിട്ട് ഇത് നല്ല പാടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ ഇത് അടച്ചു വെക്കേണ്ട, നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെക്കണം. അടച്ചു വെക്കുന്ന സമയം ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് പാകമാണ്, എരിവും എല്ലാം എനിക്ക് കറക്റ്റ് പാകമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അടച്ചു വെച്ച് അങ്ങനെ പോകരുത്, ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കണ്ടോ, ഞാനിതൊരു 3-4 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ദാ ഇത് മാങ്ങയൊക്കെ വെന്ത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഒരുപാട് നമ്മളിട്ട് കുത്തി ഉടച്ച് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വെന്ത് വരുന്ന സമയത്ത് തന്നെ മാങ്ങയൊക്കെ ഇതുപോലെ ഉടഞ്ഞു കിട്ടിക്കോളും. പിന്നെ 5-6 കഷ്ണം മാങ്ങകളും ഇങ്ങനെ കിടക്കുകയും ചെയ്യും, അത് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു 2 പിഞ്ച് മാത്രം ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവ കായത്തിൻ്റെ പൊടി, ഉലുവയല്ല കായത്തിൻ്റെ പൊടിയാണ് അത് ചേർത്ത് കൊടുക്കുക. ഒരു 2 പിഞ്ച് മാത്രം ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ ജാഗരിയുടെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് കട്ട ശർക്കരയാണെങ്കിൽ 1 ഉണ്ട ശർക്കര ചേർത്ത് കൊടുക്കാം. പക്ഷെ അത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളച്ച് കഴിയുമല്ലോ. തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മാങ്ങ ഒരു ഹാഫ് കുക്ക് ആവുന്ന സമയത്ത് നമുക്ക് ഉണ്ട ശർക്കരയാണെങ്കിൽ 1 ഉണ്ട ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം മധുരം നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ചേർക്കാം. ഇപ്പം നല്ല പുളിയുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ശർക്കരയുടെ പൊടിയല്ല സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ, അധികം പൈസയൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ശർക്കര ചേർക്കുന്ന വിഭവങ്ങളിൽ പഞ്ചസാര അല്പം ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റ് കൂടാൻ നല്ലതാണ്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ വെളുത്ത എള്ളു കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയും കൂടി ചേർത്തിട്ട് എല്ലാം പാടി നന്നായിട്ട് മിക്സ് ആക്കാം. ഫ്ലെയിം ഏറ്റവും ലോയിലാണ് വെച്ചിട്ടുള്ളത്. മാങ്ങയെന്ന് കുറുകി ഇങ്ങനെ വെന്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം മീഡിയത്തിൽ നിന്ന് കുറച്ച് വെക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാം പാടെ 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ അങ്ങോട്ട് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരുവിധം ചൂടാറിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രം നമ്മളിതൊരു കുപ്പിയിലൊക്കെ ആക്കിയിട്ട് ഒരു ചില്ലു കുപ്പിയിലാക്കിയിട്ട് നമ്മളിത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു അച്ചാർ പോലെ നമുക്ക് കഴിക്കാവുന്ന, പുളിയിഞ്ചി പോലെ നമുക്ക് കഴിക്കാവുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കറി മാത്രം മതി, നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ദോശയ്ക്കും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നമുക്ക് കഞ്ഞിക്കും ഒക്കെ നമുക്കിത് സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ഒരുപാട് പ്രധാനമാണ്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പച്ചമാങ്ങയൊക്കെ ഇപ്പം ധാരാളം കിട്ടുന്ന സമയമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.